സാർ, എന്താണ് ഈ കുറുവ സംഘം? പലരും ഈ പറയുന്നതല്ലാതെ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു രൂപം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല. എന്താണ് ഈ കുറുവ സംഘം എന്ന് പറയുന്നത്? അതൊരു മോഷണം പാരമ്പര്യ തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളാണ്. അവർ പാരമ്പര്യമായി തൊഴിൽ മോഷ്ടിക്കുക എന്നുള്ളതാണ്. മോഷ്ടിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സ്പെർട്ടൈസ്, കുലത്തൊഴിലാണ് മോഷണം. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ചില തിരുട്ട് ഗ്രാമങ്ങളുണ്ട്, കള്ളന്മാർ മാത്രം താമസിക്കുന്ന ചില ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് തിരുട്ട് ഗ്രാമം. അത്തരത്തിലൊരു തിരുട്ട് ഗ്രാമത്തിലെ ആളുകളാണ് ഈ കുറുവ സംഘക്കാർ. തിരുച്ചിറപ്പള്ളിയിലെ രാംജി നഗർ എന്ന് പറയുന്ന തിരുട്ട് ഗ്രാമത്തിലുള്ള ആളുകളാണ് കുറുവ സംഘം. അപ്പോൾ ഈ പേര് ഇട്ടിരിക്കുന്ന തമിഴ്നാട് ഇൻ്റലിജൻസ് ആണ് ഈ ടീമിന് കുറുവ സംഘം എന്ന് പേരിട്ടത്. ഈ കുറുവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ളവരാണ്. പക്ഷേ ഇപ്പോഴത്തെ കുറുവ സംഘത്തിൽ ഈ തിരുച്ചിറപ്പള്ളി രാംജി നഗറിലുള്ളവരാണ് കുറുവ സംഘക്കാരെന്ന് പറയുന്നെങ്കിൽ അവരിപ്പോൾ അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ മറ്റ് തിരുട്ടു ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തി ഈ സംഘം ഒന്ന് വിപുലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ കുറുവ സംഘം പ്രധാനമായും തമിഴ്നാട്ടിലെ രാംജി നഗറിലാണെങ്കിൽ പോലും കമ്പം, ബോഡി നായ്ക്കർ, പിന്നെ മധുര, തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവരുണ്ട്. ഇവർ ഒരു 100ഓളം പേരടങ്ങുന്ന ഒരു ടീമാണ് ഒരു സ്ഥലത്തേക്ക് പോവുക. അവരങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പരമ്പരാഗതമായി ഇവർ സ്വീകരിക്കുന്ന ചില രീതികളുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് പോലീസ് പറയുന്നത് നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ സംഘമാണ് കുറുവ സംഘം. കൊല്ലാനും മടിക്കില്ല. മോഷണ ശ്രമത്തെ എതിർത്ത ഇവർ ചിലപ്പോൾ ആളെ കൊന്നുകളയും. ഇവരുടെ കയ്യിൽ കമ്പിവടി ഉണ്ടാവും, വാളുണ്ടാവും, പിന്നെ ഇവർ അർദ്ധനഗ്നരായിട്ടായിരിക്കും വരിക. ഒരു ട്രൗസർ മാത്രമേ ഇടത്തുള്ളൂ. പക്ഷേ ഷർട്ടും മുണ്ടും അരയിൽ കെട്ടിവെച്ചിരിക്കും. കാരണം മോഷണം നടത്തിക്കഴിഞ്ഞ് ഉടൻ വേഷം മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സജ്ജീകരണത്തോടു കൂടിയാണ് വരുന്നത്. ഇവർക്കൊരു ഭയവും ഇല്ല. കാരണം പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു കുലത്തൊഴിലാണ്. അവരിത് കുറ്റകൃത്യമായി കരുതുന്നില്ല. ഞങ്ങളുടെ പാരമ്പര്യ തൊഴിലാണ് മോഷ്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ഭയമില്ല, എവിടെയും പോവും. CCTV ക്യാമറയൊന്നും ഇവർക്ക് പ്രശ്നമേ ഇല്ല. അതിൻ്റെ നേരെ ഒന്ന് അതേ നോക്കിയിട്ട് പോകും. സാധാരണ കള്ളന്മാരൊക്കെ വരുമ്പോൾ ആദ്യം ഇത് അടിച്ചു പൊട്ടിക്കില്ല. ഇതൊന്നുമില്ല. പിന്നെ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഇവർ സാധാരണ ഇവരുടെ ഫാമിലി ആയിട്ട് ആണ് വരുന്നത്. ഗ്രൂപ്പായിട്ട് വരും. ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വരും, എവിടെയെങ്കിലും താമസിക്കും. പകൽ പോയിട്ട് പരിസരം നിരീക്ഷിക്കും. ആളുകളില്ലാത്ത വീടുകൾ, സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ, ഇതെല്ലാം നോക്കിയിട്ട് ആളുകൾ കുറവുള്ള വീടുകൾ ഇതൊക്കെ നോക്കി വെക്കും. നോക്കി വെച്ചിട്ട് അന്ന് രാത്രി തന്നെ വരത്തില്ല. ലിസ്റ്റ് ഉണ്ടാക്കി അവർ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആളുകളെ ഓരോ ഏരിയ തീരുമാനിച്ച് അതിന് ആളുകളെയൊക്കെ നിയോഗിച്ചിട്ട് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ, ഇവർ എപ്പോഴും വരുന്നത് പിൻവാതിൽ പൊളിച്ചേ കയറത്തുള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ മലയാളിയുടെ ഒരു വലിയ സ്വഭാവ ദൂഷ്യമുണ്ടേ. നമ്മൾ ഒരു സ്വഭാവ ദൂഷ്യമല്ല, നമ്മുടെ ഒരു രീതിയാണ്. നമ്മൾ വീട് പണിയുമ്പോൾ ചിലപ്പോൾ കാശ് തരുമ്പോൾ നമ്മൾ എന്ത് അറിയാം, വീടിൻ്റെ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി ഇടും, അകത്ത് തേകത്ത് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് വീടുകളാണ്. മുൻഭാഗം കുളിച്ചില്ലേലും പെരപ്പുറത്ത് കിടക്കണമെന്ന് പറയുന്ന പോലെയാണ് മലയാളി. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ പല വീടുകളും പുറമേ ഒന്നും തേച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അകം വൃത്തിയായിരിക്കും. കാരണം വീടിനുള്ളിൽ നമ്മൾ താമസിക്കുന്നത് അകത്തല്ലേ, അപ്പോൾ അവിടെ പരമാവധി നന്നായിരിക്കുക. നാട്ടുകാരിപ്പോൾ കണ്ടാൽ എന്താ, നമുക്ക് അങ്ങനെയല്ല, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നതാണ് മലയാളിയുടെ സ്വഭാവം. അതുപോലെ നമ്മൾ വീടിൻ്റെ മുൻവശത്തെ വാതിൽ നന്നായിട്ട് നല്ല ബലത്തിലൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും ദുർബലമായ വാതിൽ ഒരു വീടിൻ്റെ എവിടെ ആയിരിക്കും എന്നറിയോ? കേരളത്തിൽ അടുക്കള വാതിൽ. മനസ്സിലായില്ലേ? ഇത് കുറുവ സംഘത്തിനറിയാം. അതുകൊണ്ട് അവർ മിക്കവാറും കയറി വരുന്നത് അടുക്കള വാതിൽ പൊളിച്ചിട്ടായിരിക്കും. അപ്പോൾ പോലീസ് പറയുന്നത് രാത്രി വന്ന് അല്ലെങ്കിൽ വാതിൽ തുറന്ന് കിട്ടാൻ വേണ്ടി ഇവർ കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾപ്പിക്കും. രാത്രി പെട്ടെന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടാൽ നമ്മൾ ഓടി വന്ന് വാതിൽ തുറക്കും. അപ്പോൾ തലക്കെട്ടടിച്ചിട്ട് ഇതിനകത്ത് കയറും. അല്ലെങ്കിൽ പുറത്തെ ടാപ്പ് തുറന്ന് നോക്കും. ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന സ്വരം കേൾക്കുമ്പോൾ എവിടെ പൈപ്പ് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വീട്ടിലെ പെണ്ണുങ്ങൾ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നു പറഞ്ഞ് ചാടി പുറത്തിറങ്ങും, വാതിൽ തുറക്കും, അവരെ ഉപദ്രവിച്ചിട്ട് അകത്ത് കയറും. ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർ മോഷണം നടത്തിയാൽ അപ്പം സ്ഥലം വിട്ടു പോകും. സ്ഥലം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവർ വന്ന് കൂട്ടായി താമസിക്കുന്നത് എപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിലോട് അടുത്തായിരിക്കും. കാരണം വളരെ പെട്ടെന്ന് സംഭവം നടത്തിയിട്ട് പോകാൻ, കൊലപാതകം നടത്താനും മടിയില്ലാത്ത അതിക്രൂരന്മാരായ ഒരു സംഘമാണ് കുറുവ സംഘം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ഇതിനകത്ത് ഒട്ടും കുറ്റബോധമില്ല. കാരണം ഞങ്ങൾ പാരമ്പര്യമായി ചെയ്യുന്ന ആശാരിപ്പണി ചെയ്യുന്നു, തട്ടാന്മാരുടെ പണി ചെയ്യുന്നു, അല്ലേ, എന്തൊക്കെ പറയുന്നു, ഞങ്ങൾ മോഷണം ചെയ്യുന്നു, എന്താ കുഴപ്പം, ഞങ്ങൾ തലമുറയായി ചെയ്യുന്ന തൊഴിൽ എന്ന തരത്തിലാണ് ഇവരുടെ ഭാവം. അതുകൊണ്ട് ഇവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഇല്ല.
അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും ഈ കുറ്റകൃത്യം അവസാനിപ്പിക്കത്തില്ല. ഞങ്ങളുടെ കുലത്തൊഴിലാണെന്ന് ഇവർ ധരിച്ചു വെച്ചിരിക്കുക. തമിഴ്നാട് സർക്കാർ ഈ റാംജി നഗറിലൊക്കെ ചെന്നിട്ട് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി. നിങ്ങൾ ഈ ജോലിക്ക് ഇതിന് പോകണ്ട, നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങൾക്ക് വീട് തരാം, ഇതിനുള്ള പദ്ധതിയൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് കൊടുത്തു ഈ പണി നിർത്താൻ വേണ്ടി. പക്ഷേ ഇതൊക്കെ മേടിച്ചിട്ടും ഇവർ പിന്നെയും ഈ പണി തന്നെ ചെയ്യണം. അങ്ങനെ ഉള്ള കുറേ തിരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വിജയനഗരത്തെ റാംജി നഗറിനെ കുറിച്ച് പറയുന്നത് പോലെ വടപടലി ഛത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കുറേ തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. അത്തരം തിരുട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പരമ്പര തന്നെ ചെയ്യുന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ കേക്ക് ഒരു സെക്കൻഡോടെ. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം കേരളത്തിൽ ആലപ്പുഴയിലും എറണാകുളം ജില്ലയിലും ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ വന്ന് പോലീസിൻ്റെ ഇടപെടൽ ശക്തമാക്കിയപ്പോൾ അവർ എറണാകുളത്തേക്ക് മാറി. ഇവരിപ്പോൾ കേരളത്തിൽ കുറേ കാലം ഉണ്ടാവുമെന്നാണ് ഇൻ്റലിജൻസ് പറയുന്നത്. കാരണം കേരളത്തിൽ പോലീസ് ഇപ്പോൾ ഭയങ്കരമായി പോലീസിനൊരു ക്ഷാമമുണ്ട്. കാരണം ശബരിമല സീസൺ ആരംഭിക്കുകയാണ്. സന്നിധാനത്തേക്ക് പോലീസ് പോകുന്നു. പിന്നെ വാഹന പരിശോധനയൊന്നും പഴയ പോലെ നടത്താൻ പറ്റില്ല. കാരണം 100 കണക്കിന് അയ്യപ്പന്മാരുടെ വണ്ടി വരികയാണ്. അപ്പോൾ ഇത് പോലീസിൻ്റെ സാന്നിധ്യം ഒന്ന് കുറവുള്ള സീസൺ നോക്കിയിട്ട് ഇവരടുത്ത മകരവിളക്ക് വരെയുള്ള സീസണിൽ കേരളത്തിലുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട കാര്യം അതീവ ജാഗ്രത ഉണ്ടാക്കുക. അപരിചിതരെ കണ്ടാൽ പ്രത്യേകിച്ച് വെറുക്കാൻ വരും, തുണിക്കച്ചവടക്കാരായിട്ട് വരും, പഴയ തുണികളുണ്ടോ എന്ന് ചോദിച്ചു വരും, പഴയ തുണികൾ തരും. പല വീടുകളിലും വരുന്നില്ലേ പഴയ തുണികളുണ്ടെത്താം. ഇതൊക്കെ വരുന്നത് കൃത്യമായും അത് ഡാറ്റ കളക്ട് ചെയ്യാൻ, ഇവിടെ ആര് താമസിക്കുന്നു, എത്ര പേരുണ്ട് ആ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് അറിയിക്കാൻ വരുന്ന ആളുകളായിരിക്കാം എന്ന് പറയും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് കുറുവാ സംഘത്തിൻ്റെ ഒരു ഓപ്പറേഷൻ രീതിയാണ്. അപ്പോൾ അടുത്ത ഒരു 10-60 ദിവസം കേരളത്തിൽ കുറുവാ സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇന്നലെ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന് ആക്രമണം നടത്തിയ ഒരു കുറുവാ സംഘത്തിലെ ആളെ ഷെൽവൻ എന്ന് പറയുന്ന സന്തോഷ് ഷെൽവനെ തേടി ആലപ്പുഴ പോലീസ് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് ഈ മരടെന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ മേൽപ്പാലമുണ്ട്. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിയിൽ വന്ന് താമസിക്കരുത്. അവിടെ വന്ന് ഈ ഷെൽവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എവിടെയെന്നറിയാമോ, അവിടെ കുറേ ആളുകൾ പാലത്തിനടി താമസിക്കുന്നുണ്ട്. എല്ലാം കുറുവാ ടീമാണ്. ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉള്ള ഈ 100ഓളം പേര് വരുന്ന സംഘം അവിടെയുണ്ട്. ഇവിടെ ഇയാൾ താമസിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മണ്ണിലൊരു കുഴി എടുത്തിട്ട് കുഴിക്കകത്ത് കിടക്കുക, എന്നിട്ട് മുകളിൽ ടർപ്പോള ഇട്ടിരിക്കുക. ആരെങ്കിലും വന്ന് നോക്കിയാൽ കാണില്ല. കാരണം പോലീസ് തരുമെന്നറിയാം. അപ്പോൾ ഈ നേരത്തെ കുഴിയൊക്കെ എടുത്ത് ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള കുഴി ഒരു ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇവർ സജ്ജമാണ്. ഇവരുടെ ഒളിയിടങ്ങളിലൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. പോലീസ് ആദ്യം പറഞ്ഞിട്ടൊന്നും കണ്ടില്ല. പിന്നീട് ഈ ടർപ്പാളിൻ വെറുതെ മാറ്റി നോക്കിയപ്പോഴാണ് കുഴിക്കകത്ത് കിടക്കുന്നവരെ പിടിച്ച്. അവനെ അപ്പം തന്നെ ട്രൗസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയ്യിൽ വിലങ്ങ് വെച്ചു, കൊണ്ടുപോയി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ നിന്ന് ചാടിപ്പോയിട്ട് അവിടെ മുഴുവൻ കണ്ടൽക്കാടുകളാണ്. ആ ഏരിയ മുഴുവൻ, മരട് പ്രദേശം മുഴുവൻ. അവസാനം പിന്നെ ഇവർ ആലപ്പുഴ പോലീസ് സിറ്റി പോലീസിനെ അറിയിച്ചു. അതിന് തൊട്ടപ്പുറത്ത് പുഴയുണ്ട്, പുഴയിൽ ചാടാമെന്ന് എഴുതിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ ബോട്ടുമായിട്ട് വന്നു. RPF മുകളിൽ കൂടെ റെയിൽവേ ലൈനുണ്ട്, റെയിൽവേ പോലീസിനെ വിളിച്ചു. അങ്ങനെ 100-150ഓളം പോലീസുകാർ വലിയ തെരച്ചിൽ നടത്തിയിട്ടാണ് ഇവരെ പിടിച്ചത്. ഇവൻ ചാടിപ്പോയത് കയ്യിൽ വിലങ്ങ് വിട്ടിട്ടാണ്. കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് ഏറ്റവും രസകരം. ഇവർ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ് ഈ സന്തോഷ് ഷെൽവനെ പിടിച്ചപ്പോൾ കണ്ടത്. ഇവൻ കൈവിലങ്ങുള്ള ട്രൗസർ മാത്രമുള്ളവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. ശ്വാസം മുട്ടുമ്പോൾ തല പൊന്തിച്ച് ശ്വാസം എടുക്കും, പിന്നെയും മുങ്ങിക്കിടക്കും. എങ്ങനെ പിടിക്കാൻ പറ്റും? ഇത്രയേറെ പോലീസുകാർ തിരഞ്ഞിട്ട് ഭാഗ്യം കൊണ്ട് കിട്ടി. അതിനിടയ്ക്ക് ഇവൻ്റെ ഭാര്യയും അടക്കമുള്ള ബാക്കിയുള്ള പാലത്തിനുള്ള ടീം പോലീസിനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഇതാണ് കുറുവാ സംഘത്തിൻ്റെ ഒരു രീതി. അവർ അടുത്ത 2 മാസം എന്തായാലും ശബരിമല സീസൺ ആയതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുമെന്ന് പോലീസ് പറയുന്നു. നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇവർ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തെത്തി. ഇനി തെക്കോട്ട് വേണേൽ പോവാം, വടക്കോട്ട് പോവാം. നമ്മുടെ പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകർ, കുറുവാ സംഘം എന്ന് പറയുന്ന കൊള്ള സംഘം ഇറങ്ങിയിട്ടുണ്ട്. അതീവ അപകടകാരികളായ ഒരു സംഘമാണ്. അവരെ പിടിക്കാനും പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ദേഹം മുഴുവൻ എണ്ണ പുരട്ടിയിട്ടാണ് വരുന്നത്. അവിടെ ആലപ്പുഴയിൽ വിപിൻ എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു, വീടിനകത്തേക്ക് കയറിയപ്പോൾ പിടിച്ചു. അയാൾ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പൂടി കൊണ്ട് വിപിനെ അടിച്ചു. വിപിൻ കളരി അഭ്യാസിയായിരുന്നു. വിപിൻ തിരിച്ചിരിച്ചപ്പോൾ ഒരു കുറുവാ സംഘത്തിൽപ്പെട്ട ഒരുത്തൻ്റെ മൂക്കിൻ്റെ പാലം ഒടിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതോ. പക്ഷേ ഇതുവരെ ആശുപത്രിയിലൊന്നും വന്നിട്ടില്ല. ഏതായാലും പോലീസ് വ്യാപകമായ തെരച്ചിലാണ്. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അതീവ ജാഗ്രത വേണം. കുറുവാ സംഘം ആലപ്പുഴ, എറണാകുളം ജില്ലകളിലുണ്ട്. ഇവിടെ പോലീസ് ശക്തമായതുകൊണ്ട് ഇവർ വേറെ സ്ഥലങ്ങളിലേക്ക്
മൈഗ്രേറ്റ് ചെയ്തു പോകാനും സാധ്യതയുണ്ട്. എന്താ തന്നെ ചോദിക്കാൻ വന്നത്? സാർ, ഈ തമിഴ്നാട്ടിൽ പോലീസ് ഇതിന് വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലേ ഇവർക്കെതിരെ? അല്ല, അതാണല്ലേ ഞാൻ പറഞ്ഞു, പോലീസിനെ സംബന്ധിച്ച് ഇത് പാരമ്പര്യ കുലത്തൊഴിലായി കരുതുന്ന ആളുകളാണ്. ഒരു ട്രഡീഷണൽ ജോബാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ വടവള്ളി ചത്രത്താണേലും അവർ ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് അവർക്ക് വീട് വരെ വെച്ചു കൊടുത്തിട്ടും ഈ തൊഴിലിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടും അവർ തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് കുറ്റബോധമില്ല. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞങ്ങൾ ചെയ്യും. നമ്മൾ അതിശയകരമായ കാര്യം, ഈ സംഘത്തിൽ 16 വയസ്സുള്ള കുട്ടികൾ മുതൽ 60-70 വയസ്സുള്ള വൃദ്ധന്മാർ വരെയുണ്ട്. അവരെല്ലാം ഉണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കളെല്ലാം ഇതേ പണി ചെയ്യുകയാണ്. അവർക്ക് മോഷണത്തിനിടയ്ക്ക് ഒരാളെ കൊല്ലുന്നത് പാപമല്ല, അതിൽ വ്യസനമില്ല, ഖേദമില്ല. അങ്ങനെയുള്ളൊരു അതിഭീകരമായ സംഘമാണ് കുറുവാ സംഘം. കുറുവാ സംഘത്തെക്കുറിച്ച് നമ്മൾ നിസ്സാരമായി കരുതരുത്. ജീവനെടുക്കാൻ മടിയില്ലാത്ത ആളുകളാണ് കുറുവാ സംഘം. അത് നമ്മുടെ പ്രേക്ഷകർ ഓർത്തു വയ്ക്കുക, ജാഗ്രത പാലിക്കുക. ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് പ്രവർത്തന സജ്ജമാക്കുക. രാത്രിയിൽ അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേട്ടാൽ കതക് തുറന്ന് പുറത്തിറങ്ങാതിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുക്കള കതക് ദുർബലമാണെങ്കിൽ ഒരു മേശയെങ്കിലും ഇത് ചേർത്തിടുക. ഇനി വീട് വെക്കുമ്പോൾ മുന്നിലെ വാതിൽ പോലെ തന്നെ പുറകിലെ വാതിലും ശക്തമാക്കണം. പുറംമൂടി ആരും കാണുന്നില്ല, പിന്നെന്തിനാണ് അടുക്കള കതക് ഇത്ര ബലപ്പെടുത്തേണ്ടതെന്നല്ല. അടുക്കള കതവ് മുന്നിലെ കതവ് പോലെ തന്നെ ബലമുണ്ടാവേണ്ടതാണ്. ജാഗ്രത മതി, ഭയം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ജാഗ്രതയും വേണം, ഭയവും വേണം. കാരണം ഇവർ അതീവ ഭീകര സ്വഭാവമുള്ളവരാണ്, കൊന്നു കളയാനും മടിക്കില്ല.